ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കെമിസ്ട്രിയിലെ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ ആണ്. അതിൽ ഇൻട്രൊഡക്ടറി പാർട്ടിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇപ്പോ ഞാൻ ഒരു 2 ബീക്കർ എടുക്കുന്നു, 2 ഗ്ലാസ് എടുക്കുന്നു എന്ന് വിചാരിക്കാം. 2 ഗ്ലാസ് എടുക്കുന്നു, രണ്ടിലും ഒരേപോലത്തെ ഗ്ലാസ് ആണ് ഞാൻ എടുക്കുന്നത്. രണ്ടിലും ഒരേപോലെ ഞാൻ എന്ത് ചെയ്തു, വെള്ളം ഒഴിച്ചു. ഒന്നിലേക്ക് ഞാൻ എന്ത് ചെയ്തു, പഞ്ചസാര ഇട്ടു. ഒന്നിലേക്ക് ഞാൻ എന്ത് ചെയ്തു, സാൻഡാണ് ഇട്ടത്, മണലാണ് ഇട്ടത്. രണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തു, സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു. കുറച്ച് നേരം അവിടെ വെച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ എ ആണോ ബി ആണോ സൊല്യൂഷൻ, അല്ലെങ്കിൽ രണ്ടും സൊല്യൂഷൻ ആണോ, അല്ലെങ്കിൽ 2 സൊല്യൂഷൻ അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? എ ആണോ ബി ആണോ സൊല്യൂഷൻ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൊല്യൂഷൻ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ ആണ്. ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാല് ഹോമോജീനിയസ് ആയിട്ടുള്ള മിക്സറുകളെ മാത്രമേ നമ്മൾ എന്ത് വിളിക്കുള്ളൂ, സൊല്യൂഷൻ എന്ന് വിളിക്കുള്ളൂ. എന്ത് ഹോമോജീനിയസ് മിക്സർ? നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് അല്ലെ. ഹോമോജീനിയസ് മിക്സർ എന്ന് വെച്ചാല് ഒരു സൊല്യൂഷന്റെ എല്ലാ ഭാഗത്തും ഒരേപോലെയാണ്, അല്ലെങ്കിൽ ഒരു മിക്സറിന്റെ എല്ലാ ഭാഗത്തും അതിലുള്ള കമ്പോണന്റ് എല്ലാ ഭാഗത്തും ഒരുപോലെയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ ഹോമോജീനിയസ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ ആയിട്ട് ഈ ഷുഗർ സൊല്യൂഷനിലെ നമ്മുടെ ഷുഗറിന്റെ പാർട്ടിക്കിൾസ് എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക. എവിടുന്ന് ടേസ്റ്റ് നോക്കിയാലും ഒരേ ടേസ്റ്റ് തന്നെയായിരിക്കും നമുക്ക് ഉണ്ടാവുക. എന്ന് വെച്ചാൽ അതിലുള്ള ഉള്ളിലുള്ള കമ്പോണന്റ് ആയിട്ട് ഷുഗർ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരുപോലെയാണ് ഉണ്ടാവുക. പക്ഷെ ഈ സാൻഡ് വാട്ടറിൽ എടുക്കുമ്പോൾ നമ്മൾ അവിടെ ആഡ് ചെയ്തിട്ടുള്ള സാൻഡിന്റെ അവസ്ഥ എന്താ? അത് അടിയിലായിട്ട് കൂടുതലായിട്ട് അടിഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെ. അപ്പൊ എല്ലാ ഭാഗത്തും ആ ലിക്വിഡില്ല, വാട്ടറിൽ എല്ലാ ഭാഗത്തും സാൻഡ് ഒരുപോലെയാണ് ഉണ്ടാവുക? അല്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഷുഗർ സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്നതാണ് ഹോമോജീനിയസ് മിക്സർ. ഇത്തരത്തിലുള്ള സാൻഡ് സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെറ്ററോജീനിയസ് സൊല്യൂഷൻ. ഇതൊക്കെ ചെറിയ ക്ലാസ്സിലാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പോ ഇത്തരത്തിലുള്ള ഹോമോജീനിയസ് ആയിട്ടുള്ള സൊല്യൂഷനുകളെ, ഹോമോജീനിയസ് ആയിട്ടുള്ള മിക്സറുകളെ മാത്രമേ നമ്മൾ എന്ത് വിളിക്കുള്ളൂ, സൊല്യൂഷൻ എന്ന് വിളിക്കുള്ളൂ. നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. സൊല്യൂഷന്റെ ഡെഫിനിഷൻ നോക്കിയാല് ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സർ ഓഫ് 2 or more substances. 2 or അതിലധികമോ സബ്സ്റ്റൻസുകൾ കൂടിച്ചേർന്നിട്ടുള്ള ഹോമോജീനിയസ് മിക്സറുകളെ മാത്രമേ നമുക്ക് എന്ത് വിളിക്കാൻ കഴിയുള്ളൂ, സൊല്യൂഷൻ എന്ന് വിളിക്കാൻ കഴിയുള്ളൂ. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ബൈനറി സൊല്യൂഷൻസ് ആണ്. എന്താണ് ഈ ബൈനറി സൊല്യൂഷൻസ്? ബൈ എന്ന് പറഞ്ഞാൽ രണ്ട് ആളുകൾ, 2 കമ്പോണൻസ് ഉള്ള സൊല്യൂഷനുകളെയാണ് നമ്മൾ ബൈനറി സൊല്യൂഷൻസ് എന്ന് പറയാം. 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് ആവാമല്ലോ. പക്ഷെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ബൈനറി സൊല്യൂഷൻസിനെ മാത്രമാണ്. ഓക്കെ, ഈ ബൈനറി സൊല്യൂഷനില് നമ്മളിപ്പോ ഇവിടെ ഷുഗർ സൊല്യൂഷൻ എടുത്തല്ലോ, അതൊരു ബൈനറി സൊല്യൂഷൻ. അതിൽ ആരൊക്കെ ഉണ്ട്? ഷുഗർ ഉണ്ട്, അതുപോലെ വാട്ടർ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു 10 ഗ്രാം ഷുഗർ ആണ് എടുത്തതെന്ന് വിചാരിക്കാം. ഒരു 10 ഗ്രാം ഷുഗർ ആണ് ഞാൻ എടുത്തത്. അത് 100 ഗ്രാം വെള്ളത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഡിസോൾവ് ചെയ്തു എന്ന് വിചാരിക്കാം. 10 ഗ്രാം ഷുഗർ ആണ് ഞാൻ എടുത്തത്, അത് 100 ഗ്രാം വെള്ളത്തിലാണ് ഡിസോൾവ് ചെയ്തതെന്ന് വിചാരിക്കാം. ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തത് ആരെയാണ്? മാസ് നോക്കുമ്പോ വാട്ടർ ആണ് അല്ലെ. കുറവ് എമൗണ്ട് എടുത്തത് ആരെയാണ്? ഷുഗറിനെയാണ് അല്ലെ. അപ്പൊ ഇത്തരത്തില് ഒരു ബൈനറി സൊല്യൂഷനിലെ കൂടുതൽ എമൗണ്ട് നമ്മൾ എടുക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോൾവെന്റ് എന്നുള്ളതും, കുറവ് എമൗണ്ട് എടുക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊല്യൂട്ട് എന്നുള്ളതും. അപ്പൊ സൊല്യൂട്ട് ഉണ്ട്, ഒരു ബൈനറി സൊല്യൂഷന് സൊല്യൂട്ട് ഉണ്ട്, സോൾവെന്റ് ഉണ്ട്. ഓക്കെ, എന്താണ് ബൈനറി സൊല്യൂഷനിലെ സൊല്യൂട്ടും സോൾവെന്റും? ഒരു ബൈനറി സൊല്യൂഷനിലെ സൊല്യൂട്ട് എന്ന് വെച്ചാല് നമ്മുടെ ലെസർ ക്വാണ്ടിറ്റി എടുക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, നമ്മുടെ സൊല്യൂട്ട്. അപ്പൊ സോൾവെന്റ് എന്താ? ഒരു ആളുടെ നമ്മളിപ്പോ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നു, ആ സൊല്യൂഷനിലെ ഏറ്റവും കൂടുതൽ എമൗണ്ട് ആരെയാണ് കൊടുത്തത്, അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോ ഒരു ഷുഗർ സൊല്യൂഷൻ ഞാൻ അവിടെ ഉണ്ടാക്കിയത്, അതിലാരാ സൊല്യൂട്ട്? ഷുഗർ ആണ്. ആരാണ് സോൾവെന്റ്? വാട്ടർ ആണ് അല്ലെ. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ എക്സസ് എമൗണ്ട് എടുക്കുന്ന ആളെ സോൾവെന്റ് എന്നും നമ്മള് ലെസർ ക്വാണ്ടിറ്റി എടുക്കുന്ന ആളെ സൊല്യൂട്ട് എന്നും നമുക്ക് വിളിക്കാൻ സാധിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്.
ഇനി ഇതിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ കൂടെ ഞാൻ പറയാം. നമ്മളൊരു പ്രോബ്ലംസ് ഒക്കെ ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സോൾവെന്റിനെ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുക 1 എന്ന് വെച്ചിട്ടാണ്. സൊല്യൂട്ടിനെ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുക എന്താണ് 2 എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. എന്ന് വെച്ചാല് നമ്മൾ കൂടുതൽ എടുക്കുന്ന സോൾവെന്റ് അല്ലേ, കുറവ് എടുക്കുന്ന സൊല്യൂട്ട്. അപ്പൊ ഫസ്റ്റ് സ്ഥാനം സോൾവെന്റ് അല്ലേ. അപ്പൊ 1 എന്നൊക്കെ പറഞ്ഞാൽ കണ്ടാല് അത് സോൾവെന്റ് ആണെന്നും 2 എന്ന് കണ്ടാൽ അത് സൊല്യൂട്ട് ആണ് എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഞാനിപ്പോ ഇവിടെ നോക്കിയാൽ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്, ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്, അപ്പൊ W2. എന്തുകൊണ്ട് W2 എന്ന് പറഞ്ഞ സൊല്യൂട്ട് ആണ്. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, അപ്പൊ M എന്ന് പറഞ്ഞ് 2 എന്നിട്ടാൽ അത് സൊല്യൂട്ടിന്റെ മോളാർ മാസ് ആണ്. ഇനി ഞാൻ സോൾവെന്റിന്റെ മോളാർ മാസ് ആണെങ്കിൽ ഞാൻ എന്ത് എഴുതണം, 1 എന്ന് എഴുതണം, W1 എന്നും. മോളാർ മാസ് ഓഫ് സോൾവെന്റ് ആണെങ്കിൽ M1. അപ്പൊ സോൾവെന്റ് 1ഉം സൊല്യൂട്ട് 2 ആണെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ 50 ഗ്രാം ഗ്ലൂക്കോസ് ഒരു 50 ഗ്രാം വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നു. 50 ഗ്രാം ഗ്ലൂക്കോസ് 50 ഗ്രാം വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നു. ഇവിടെ ആരാ സോൾവെന്റ് സൊല്യൂട്ട്? നിങ്ങൾ പറഞ്ഞു, അയ്യോ സാറേ കുറവ് എമൗണ്ട് എടുക്കുന്ന ആളല്ലേ സൊല്യൂട്ട്, കൂടുതൽ എമൗണ്ട് എടുക്കുന്ന ആളല്ലേ സോൾവെന്റ്. ഇവിടെ രണ്ടും ഒരുപോലെയാണല്ലോ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാം? അപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ രണ്ട് കമ്പോണന്റുകളും ഒരേ മാസിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അവിടെ ഒരേ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അവിടെ പിന്നെ നമ്മൾ നോക്കുക മോളാണ്. എന്താണ് നോക്കുക? നമ്പർ ഓഫ് മോൾസ് ആണ് നമ്മൾ അവിടെ നോക്കുക. അപ്പൊ ഇവർ രണ്ടുപേരും നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ച് അതിൽ ആരാണോ കുറവ് അത് സൊല്യൂട്ടും, ആരാണോ കൂടുതൽ അത് സോൾവെന്റും ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഈ നമ്പർ ഓഫ് മോൾസ്? ഈ ചാപ്റ്റർ അറിയണമെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്പർ ഓഫ് മോൾസ്. ബേസ് ആയിട്ട് നമ്മൾ നമ്പർ ഓഫ് മോൾസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ചെറിയ 10ാം ക്ലാസ് മുതലേ പഠിച്ചു വരുന്നതാണ്. അപ്പൊ നമ്പർ ഓഫ് മോൾസിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഇക്വേഷൻസ് മാത്രമൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമ്മൾ 10ാം ക്ലാസ് മുതലേ പഠിച്ചു, 10ാം ക്ലാസ് പഠിച്ചു, +1 പഠിച്ചു, ഇനി ഇവിടെയും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോ ഒരു നമ്പർ ഓഫ് മോൾസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? എക്സ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരാളുണ്ട്, അയാളുടെ മാസ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. എക്സ് എന്ന് പറയുന്ന ഒരാള്, അയാളുടെ ഗിവൺ മാസ് നമുക്ക് തന്നിട്ടുണ്ട്, അതാണ് ഗിവൺ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മാസ് തന്നിട്ട് ഇപ്പൊ വിചാരിക്കാം ഞാൻ വെള്ളം എടുക്കുന്നു, വാട്ടർ എനിക്ക് തന്നിട്ടുണ്ട് 180 ഗ്രാം വാട്ടർ ആണ് ഞാൻ എടുക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ ഗിവൺ മാസ് എത്രയാണ്? 180 ഡിവൈഡഡ് ബൈ അതിന്റെ മോളാർ മാസ് വെച്ച്, മോളിക്കുലാർ മാസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് വെച്ചാല് നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തരാം. ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് ഒരു 6.6 അല്ലെങ്കിൽ 6022 × 10⁻²⁴ ആണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് H2 ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ എത്രയാണ് നമ്പർ ഓഫ് മോൾസ് എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ പാർട്ടിക്കിൾസിന്റെ എണ്ണം തന്നിട്ട് നിങ്ങളോട് നമ്പർ ഓഫ് മോൾസ് ചോദിച്ചാൽ, പാർട്ടിക്കിൾസിന്റെ എണ്ണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന നമ്പറാണ് ഇത്, അവഗാഡ്രോ നമ്പർ. അപ്പൊ അവഗാഡ്രോ നമ്പർ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അവഗാഡ്രോ നമ്പർ എന്ന് വെച്ചാൽ എത്ര? 6.022 × 10⁻23. അപ്പോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് തരുന്നെങ്കിൽ, എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് മോൾ എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ അവഗാഡ്രോ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇതിൽ കൂടുതൽ നമുക്ക് ഈ ഫസ്റ്റത്തെ ഇക്വേഷൻ ആണ് വേണ്ടത്. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്, ഗ്യാസ് ആയിട്ടുള്ള ആളുകളുടെ ചോദിക്കുകയാണ്. ഇപ്പൊ വോളിയം എന്നുണ്ട്. ഈ രണ്ട് ഇക്വേഷനും എല്ലാവർക്കും സോളിഡ് ലിക്വിഡ് ഗ്യാസിലൊക്കെ നമുക്ക് അപ്ലിക്കബിൾ ആണ്. ഇത് ലാസ്റ്റ് നമ്പർ ഗ്യാസിന്റെ വോളിയം ആണ് തരുന്നത്, ഗ്യാസിന്റെ ആയിരിക്കും. അപ്പൊ അത്തരത്തിൽ നമുക്ക് വോളിയം തരികയാണെങ്കിൽ, ഇപ്പോ വിചാരിക്കുക നമുക്ക് 112 ലിറ്റർ ആണ് എനിക്ക് വോളിയം തന്നിട്ടുള്ളത്. അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് എന്റെ കയ്യിലുള്ളതെന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മളോട് ചോദിക്കണം അത് എത്ര മോളാണെന്ന് നമ്മളോട് ചോദിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം? വോളിയം തന്നിട്ട് നമ്മളോട് മോള് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മോളാർ വോളിയം വെച്ച് ഡിവൈഡ് ചെയ്യും. മോളാർ വോളിയം എന്ന് വെച്ചാൽ എന്താ? 22.4 ലിറ്റർ. മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ എന്നറിയാം. അത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴാണ് 22.4 ലിറ്റർ എന്ന് പറഞ്ഞത്? അത് STPയിലാണ്. അതെപ്പോഴാണ്? STPയിലാണ്. എന്താ STP എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇവിടെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 273 കെൽവിനും പ്രഷർ എന്ന് പറയുന്നത്
180 mO ആണ്. അപ്പൊ ഇത്ര STPയിലുള്ള മോളാർ വോളിയം ആണ് 22.4 ലിറ്റർ. അപ്പൊ ഇതിനെ 22.4 ലിറ്റർ വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എത്രയാണ് അവിടെ മോളി എന്നുള്ളത് നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇത്തരത്തിൽ മോളി തന്നാലും നമുക്ക് മോള് കണ്ടുപിടിക്കാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. മാസ് തന്നിട്ട് നമ്മളോട് മോള് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ അവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മളോട് ഇത്തരത്തില് നമുക്ക് മാസ് കണ്ടുപിടിക്കാൻ പറയും. എങ്ങനെ, മോളും തരും, മോള് തന്നിട്ട് നമ്മളോട് മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാല് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത്, മാസ് കണ്ടുപിടിക്കാൻ നിങ്ങളോട് പറയുകയാണ്. എന്ത് തന്നിട്ട്, മോള് തന്നിട്ട് മാസ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ മോൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്ക് തന്നിട്ടുണ്ട്, ഇത് ഓൾറെഡി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതിനെ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോ മോളാർ മാസ് വെച്ച് ഡിവൈഡ് ചെയ്യാം. മോളാർ മാസ് വെച്ച് മോളിക്കുലാർ മാസ് വെച്ച് ഡിവൈഡ് ചെയ്യില്ല, ഇൻഡു ചെയ്താൽ നമുക്ക് മാസ് കിട്ടുന്നത് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് പറഞ്ഞൊന്ന് മാത്രമേ, ഇത് അറിയുന്ന ആളുകൾ പെട്ടെന്ന് അടിച്ചു വിട്ടാൽ മതി. അറിയാത്ത ആളുകൾ ഒന്ന് കേട്ടതിന് ശേഷം നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ് ഏറ്റവും എളുപ്പമാകുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ഭാഗത്തിലേക്ക് പോകാം. ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മൾക്കൊരു സൊല്യൂഷന് ഇപ്പോ നമ്മൾ ഒരു ഷുഗർ സൊല്യൂഷന്റെ കാര്യം പറഞ്ഞല്ലോ. ഒരു ബീക്കർ ഞാൻ എടുത്തു, ആ ബീക്കറിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതില് വാട്ടർ ഉണ്ട്, H2 ഉണ്ട്, ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഷുഗർ ആഡ് ചെയ്യുന്നു. ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഷുഗർ ആഡ് ചെയ്യുന്നു. ഇവിടെ ഷുഗർ എന്ന് പറയുന്നത് എന്ത് സ്റ്റേറ്റില, സോളിഡ് സ്റ്റേറ്റില. H2 എന്ന് പറയുന്നത് എന്ത് സ്റ്റേറ്റില, ലിക്വിഡ് സ്റ്റേറ്റില. എനിക്ക് കിട്ടുന്ന സൊല്യൂഷനോ കിട്ടുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഷുഗർ സൊല്യൂഷൻ. അതിന്റെ സ്റ്റേറ്റ് എന്താ, അതിന്റെ സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റ് ആണ്, നമ്മൾ ഉണ്ടാക്കുന്ന സൊല്യൂഷന്റെ ഇവിടെ സോൾവെന്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണോ അത് തന്നെയായിരിക്കും നമ്മുടെ സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, സോൾവെന്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണോ അത് തന്നെയായിരിക്കും സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇതിന്റെ ബേസിൽ നമുക്ക് മൂന്നായിട്ട് സൊല്യൂഷനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സോളിഡ് സൊല്യൂഷൻ, അടുത്തത് ലിക്വിഡ് സൊല്യൂഷൻ, മൂന്നാമത്തത് ഗേഷ്യസ് സൊല്യൂഷൻ. എന്തിന്റെ ബേസിലാണ്, നമ്മൾ എടുക്കുന്ന സോൾവെന്റ് സോളിഡ് ആണെങ്കിൽ അത് സോളിഡ് സൊല്യൂഷൻ, നമ്മൾ എടുക്കുന്ന സോൾവെന്റ് ലിക്വിഡ് ആണെങ്കിൽ അത് ലിക്വിഡ് സൊല്യൂഷൻ, നമ്മൾ എടുക്കുന്ന സോൾവെന്റ് ഗ്യാസ് ആണെങ്കിൽ അത് ഗേഷ്യസ് സൊല്യൂഷൻ. മനസ്സിലായി? അപ്പൊ സോൾവെന്റ് എന്താണോ അതിന്റെ ബേസിലാണ് നമ്മൾ അതിന്റെ എന്ത് പറയാ, ഏത് ടൈപ്പ് സൊല്യൂഷൻ ആണെന്ന് പറയാം. ഇനി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം, നമ്മൾ ഇപ്പോ ഒരു കോപ്പർ ഡിസോൾവ്, ഇപ്പൊ ഒരു ഏതെങ്കിലും ഒരു സൊല്യൂട്ട് സോൾവെന്റിൽ മിക്സ് ചെയ്തു, ഒരു എക്സാമ്പിൾ തരും, എന്നിട്ട് ഇത് ഏത് ടൈപ്പ് സൊല്യൂഷൻ ആണ് എന്ന് നമ്മളോട് ചിലപ്പോൾ ചോദിക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളോട് പറയണേ, കോപ്പർ ഡിസോൾവ്ഡ് ഇൻ ഗോൾഡ്. അപ്പൊ ഇത് ഏത് ടൈപ്പ് സൊല്യൂഷൻ ആണ് നിങ്ങളോട് ചോദിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ടത് കോപ്പർ ഡിസോൾവ്ഡ് ഇൻ ഗോൾഡ് ആണ്. അപ്പൊ ഗോൾഡ് ആണ് ഇവിടെ സോൾവെന്റ് ആയിട്ട് വരിക, ഗോൾഡ് ആണ് ഇവിടെ സോൾവെന്റ്. ഇനി സൊല്യൂട്ട് ആയിട്ട് വരുന്ന ആരായിരിക്കും, ഇവിടെ കോപ്പർ ആണ് ഇവിടുത്തെ സൊല്യൂട്ട്. അപ്പൊ രണ്ടും എന്ത് സ്റ്റേറ്റിലാന്ന് പറഞ്ഞേ, രണ്ടും സോളിഡ് സ്റ്റേറ്റിലാണ് അല്ലെ, രണ്ടും സോളിഡ് സ്റ്റേറ്റിലല്ലേ. കോപ്പർ എന്ന് പറഞ്ഞാലും സോളിഡ് സ്റ്റേറ്റിലാണ്, ഗോൾഡ് എന്ന് പറഞ്ഞാലും സോളിഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാലും എന്തായിരിക്കും, സോളിഡ് സൊല്യൂഷൻ ആണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം, ചിലവർക്കെങ്കിലും ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലുള്ളത് മാത്രമാണ് സൊല്യൂഷൻ എന്ന് വിചാരിക്കരുത്. സോളിഡ് സ്റ്റേറ്റിലുള്ള സൊല്യൂഷനുകളുണ്ട്, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള സൊല്യൂഷനുകളും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ, അതെന്താണ്, ഒരു സൊല്യൂഷൻ, സോളിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. അതിൽ കോപ്പർ ഉണ്ട്, അതിൽ ഗോൾഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള സോളിഡ് സൊല്യൂഷനുകൾ അവൈലബിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള എക്സാമ്പിളുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാണ്, ക്യാംഫർ ഡിസോൾവ്ഡ് ഇൻ നൈട്രജൻ ഗ്യാസ്. ഇതെടുക്കുന്നു, ക്യാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ്. ഓക്കെ, ഇത് ഏത് ടൈപ്പ് സൊല്യൂഷൻ ആണ് നിങ്ങളോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്താ നോക്കേണ്ടത്, ആ ഫസ്റ്റ് എഴുതിയ ആള് സൊല്യൂട്ട് ആയിരിക്കും, നൈട്രജൻ ഗ്യാസ് എന്തായിരിക്കും,
സോൾവെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് ക്യാംഫർ എന്ന് പറഞ്ഞാൽ എന്താ, കർപ്പൂരം അല്ലെ, അതെന്ത് സ്റ്റേറ്റിലാണ്, സോളിഡ് സ്റ്റേറ്റിലാണ്. നൈട്രജൻ എന്ന് പറയുന്നത് ഗ്യാസ് ആണ്, അത് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അപ്പോൾ സൊല്യൂഷൻ ഏത് ടൈപ്പ് ആയിരിക്കും, സോൾവെന്റിൽ ഏതാണോ ടൈപ്പ് അതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ടൈപ്പ് ആണ്, സൊല്യൂഷൻ ആയിരിക്കും, ഗേഷ്യസ് സൊല്യൂഷൻ ആയിരിക്കും മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ എക്സാമ്പിളുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഇൻ കേസ് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അത് എഴുതാൻ പറ്റണം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിൽ ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ വീട്ടിൽ എന്ത് ചെയ്യുന്നു, ചായ ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കാം. ചായ ഉണ്ടാക്കുമ്പോൾ നോർമല് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പാത്രം ഉണ്ട് ഇവിടെ വീട്ടിൽ, ചായ ഉണ്ടാക്കുന്ന ഒരു പാത്രം ഉണ്ട്. ആ പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അതിലേക്ക് 1 ടീസ്പൂൺ ചായപ്പൊടിയാണ് ശരിക്കും ഇടാറുള്ളത് എന്ന് വിചാരിക്കാം. ഞാൻ 2 എണ്ണം ഇട്ടു എന്ന് വിചാരിക്കാം. അപ്പൊ എന്താ ഉണ്ടാവുക, ഞാൻ കുടിക്കാൻ ഒരാൾക്ക് കൊടുക്കുന്ന അയാളെന്ന് പറയും കടുപ്പം കൂടി എന്ന് പറയും അല്ലെ. എന്താണ് കടുപ്പം കൂടി? എന്താ ഈ കടുപ്പം കൂടുക എന്ന് പറഞ്ഞാല് എന്താണ്, നിങ്ങൾക്ക് എന്താ മനസ്സിലായി കടുപ്പം കൂടുക എന്ന് പറഞ്ഞാൽ? അവിടെ ചായപ്പൊടിയുടെ അളവ് കൂടി എന്ന് വെച്ചാൽ വെള്ളത്തിൽ ചായപ്പൊടിയുടെ അളവ് കൂടി, അപ്പോഴാണ് എന്ത് കൂടി എന്ന് പറഞ്ഞത്, കടുപ്പം കൂടി എന്ന് പറഞ്ഞത് അല്ലെ. ഇത്തരത്തിൽ ഈ കടുപ്പം എന്ന് പറയുന്ന ആ ഒരു ടേം നമ്മൾ കെമിസ്ട്രിയിൽ യൂസ് ചെയ്യുന്നതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ കടുപ്പം കൂടി എന്ന് പറയുന്നത് എന്തിന്റെ എമൗണ്ട് കൂടിയപ്പോഴാണ് കടുപ്പം കൂടിയത്? ചായപ്പൊടി എന്ന് പറയുന്നത് സോൾവെന്റ് ആണോ, സൊല്യൂട്ട് ആണോ? സൊല്യൂട്ട് ആണ്. അപ്പൊ സൊല്യൂട്ടിന്റെ എമൗണ്ട് കൂടുന്നു, അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ എമൗണ്ട് ആണ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്താണ് കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ, കോൺസെൻട്രേഷൻ ഈസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് പെർ യൂണിറ്റ് മാസ് ഓഫ് സോൾവെന്റ് ഓർ സൊല്യൂഷൻ. സൊല്യൂഷനിലോ സോൾവെന്റിലോ അടങ്ങിയിട്ടുള്ള നമ്മുടെ സൊല്യൂട്ടിന്റെ മാസിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കടുപ്പം എന്ന് പറയുന്നത് പോലെ ചായപ്പൊടിയുടെ അളവ് കൂടുമ്പോൾ അവിടെ കടുപ്പം കൂടി നമ്മൾ പറയാം. അത് തന്നെയാണ് ഇവിടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് മനസ്സിലാക്കി വെക്കുക. നമുക്കിവിടെ ക്വാളിറ്റേറ്റീവ്ലി ക്വാണ്ടിറ്റേറ്റീവ്ലി കോൺസെൻട്രേഷൻ പറയാൻ സാധിക്കും. ഇപ്പൊ ക്വാളിറ്റേറ്റീവ്ലി പറയുന്നതാണ് നമ്മളിപ്പോ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ, കടുപ്പം കൂടി കടുപ്പം കുറഞ്ഞു എന്നൊക്കെ പറയില്ല, എന്ന് വെച്ചാൽ കോൺസെൻട്രേറ്റഡ് ആണ്, ഡയലൂട്ടഡ് ആണ് എന്ന് പറയാം. കോൺസെൻട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ സൊല്യൂട്ടിന്റെ എമൗണ്ട് കൂടുതലായിരിക്കും, ഡയലൂട്ടഡ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിന്റെ എമൗണ്ട് കുറവായിരിക്കും എന്നുള്ളതാണ് അർത്ഥം. അതുപോലെ ക്വാളിറ്റേറ്റീവ്ലി നമുക്ക് പറയാം, പക്ഷെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ്ലി പറയണം, എത്ര എമൗണ്ട് സൊല്യൂട്ട് അതിലുണ്ട് എന്ന് നമുക്ക് ക്വാണ്ടിറ്റി പറയണം. അതിലുപയോഗിക്കുന്ന കുറച്ച് ടേമുകൾ നമുക്ക് പഠിക്കാനുണ്ട്, അതാണ് കോൺസെൻട്രേഷൻ ടേമുകൾ എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കോൺസെൻട്രേഷൻ ടേമുകളാണ് ഈ ഒരു ബോക്സിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ നോക്കി, ഒന്നാമത്തത് മാസ് പെർസെൻറ്റേജ്, അതുപോലെ വോളിയം പെർസെൻറ്റേജ്, അതുപോലെ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, അതുപോലെ ppm പാർട്സ് പെർ മില്യൺ, അതുപോലെ മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, ഇങ്ങനെ കുറെ ടേമുകളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കോൺസെൻട്രേഷൻ ടേമുകൾ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് ഓരോ ടേമുകളും ഒന്ന് കൃത്യമായിട്ട് ഒന്ന് നോക്കാം. ഫസ്റ്റതാണ് ഇത് നമ്മുടെ മാസ് പെർസെൻറ്റേജ്. എന്തെങ്കിലും മാസ് പെർസെൻറ്റേജ് എന്ന് പറയാം, അല്ലെങ്കിൽ W/W അല്ലെങ്കിൽ ബൈ മാസ് എന്നൊക്കെ നമ്മളെ പറഞ്ഞാൽ അത് മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ്, മാസ് പെർസെൻറ്റേജ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് ഈ മാസ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ, എന്താ പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ? പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ശതമാനാണ് അല്ലെ. 100ൽ എത്ര എന്ന് പറയുന്നതിനാണ് നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്കറിയാം അല്ലെ. പെർസെൻറ്റേജ് നമുക്കറിയാം. ഇപ്പോ നിങ്ങൾ വിചാരിക്കുക, ഇപ്പൊ ഞാൻ ഒരു എന്ത് ചെയ്യുന്നു, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോവാണ്. ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ആ സൊല്യൂഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 5 ഗ്രാം ഇവിടെ കൊടുത്തുള്ള 5 ഗ്രാം സോൾട്ട് എടുക്കുന്നു, 95 ഗ്രാം വാട്ടർ എടുക്കുന്നു. അപ്പൊ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടും, 100 ഗ്രാം സൊല്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്തരത്തില് 100 ഗ്രാം സൊല്യൂഷൻ ഉണ്ട്. ആ 100 ഗ്രാം സൊല്യൂഷനിൽ എത്ര പെർസെന്റേജ് ആണ് സൊല്യൂട്ട് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, മാസ് പെർസെന്റേജ് എന്ന് പറയാ. എന്ന് വെച്ചാല് നമ്മളെ 100 ഗ്രാം സൊല്യൂഷനില്, ടോട്ടൽ 100 ഗ്രാം സൊല്യൂഷനില് എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട് എന്ന് പറയുന്നതിനാണ് നമ്മള് എന്ത് മാസ് പെർസെന്റേജ് എന്ന് പറയുന്നത്. രണ്ട് ഡെഫിനിഷൻ ഒന്നും ചോദിക്കില്ല, നമുക്ക് ഇക്വേഷൻ ആണ് അവിടെ വേണ്ടത്. ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ പഠിച്ചു വെക്കണം. എന്താണ് ഇക്വേഷൻ? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് നോക്കിയേ, മാസ് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാമിലാണ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ. എന്താണ് മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു പെർസെന്റേജ് പറയണമെങ്കിൽ നമ്മൾ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മാസ് പെർസെന്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം സൊല്യൂട്ടിന്റെ എമൗണ്ട് 5 ആണ്. പിന്നെ ഇവിടെ അടിയിലെന്താ, സൊല്യൂഷൻ ആണ് അല്ലെ. സൊല്യൂഷന്റെ എമൗണ്ട് എത്ര? സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി വെക്കണം, സോൾവെന്റും സൊല്യൂട്ടും കൂടെ പ്ലസ് ചെയ്തതാണ് നമ്മുടെ ആര് വരിക, സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 100
ബൈ 100 ഇൻറ്റു 100. ഇത് രണ്ടും കൂടി വെട്ടിക്കളഞ്ഞാൽ 5% എന്നാണ് വരിക. ഓക്കെ, 5%. അപ്പൊ ഇത്തരത്തില് പ്രോബ്ലം ചെയ്യാൻ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് ആണ് ഇതിനെ ഡീകോഡ് ചെയ്യാന്നുള്ളത്. എന്താണ്? ഇപ്പൊ എക്സാമിന് തരും 5% W/W അല്ലെങ്കിൽ ബൈ മാസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 5% എന്ന് പറഞ്ഞാൽ ടോട്ടൽ 100 ഗ്രാം. അപ്പൊ നിങ്ങൾ മൈൻഡിൽ വരേണ്ടത് പെർസെന്റേജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ സൊല്യൂഷൻ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ടത് എന്താ? ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 ഗ്രാം ആയിരിക്കും ടോട്ടൽ സൊല്യൂഷൻ. അതിൽ 5 ഗ്രാം ആണ് നമ്മുടെ സൊല്യൂട്ട്. ഇതാണ് നിങ്ങളുടെ മൈൻഡില്. ഇത് 5 ഗ്രാം ആണ് നമ്മുടെ സൊല്യൂട്ട് എന്നുള്ളതാണ് നമ്മുടെ മൈൻഡിൽ കൃത്യമായിട്ട് വരേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ 5 ഗ്രാം സൊല്യൂട്ട് ഉണ്ട്. അപ്പൊ സോൾവെന്റ് എത്രയായിരിക്കും? ടോട്ടൽ 100 ആണ്, അതിൽ 5 സൊല്യൂട്ട് ആണെങ്കിൽ പിന്നെ 95 ഗ്രാം എന്തായിരിക്കും? 95 ഗ്രാം അവിടെ സോൾവെന്റ് ആയിരിക്കും. അപ്പൊ ഇത്തരത്തില് നമുക്ക് ക്വസ്റ്റ്യനുകളില് ബൈ മാർക്സ് എന്നോ അല്ലെങ്കിൽ 5% W/W എന്നൊക്കെ തന്നാൽ അതിനെ ഡീകോഡ് ചെയ്യാൻ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. അപ്പൊ അതാണ് മാസ് പെർസെന്റേജ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് വോളിയം പെർസെന്റേജ് ആണ്. എന്താണ് ഈ വോളിയം പെർസെന്റേജ് എന്ന് വെച്ചാല് മാസ് പെർസെന്റേജിൽ നമ്മൾ മാസ് പറയുന്നത് ഇവിടെ വോളിയം പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് വോളിയം പെർസെന്റേജ് എന്ന് പറഞ്ഞാല് ടോട്ടൽ 100 മില്ലി സൊല്യൂഷനില് എത്ര മില്ലി ലിറ്റർ ആണ് സൊല്യൂട്ട് ഉള്ളത്. എന്താണ് ടോട്ടൽ 100 ml സൊല്യൂഷൻ എടുത്താൽ അതിൽ എത്ര മില്ലി ലിറ്റർ ആണ് നമ്മുടെ സൊല്യൂട്ട് അടങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്നതിനാണ് എന്ത് പറയാ? എത്ര മില്ലി ലിറ്റർ ആണ് സൊല്യൂട്ട് ഉള്ളത് എന്ന് പറയുന്നതിനാണ് നമ്മള് വോളിയം പെർസെന്റേജ് അല്ലെങ്കിൽ V/V അല്ലെങ്കിൽ ബൈ വോളിയം എന്നൊക്കെ പറഞ്ഞാലൊക്കെ തന്നെ മനസ്സിലാക്കി വെക്കുക. ഇക്വേഷൻ ആണ് കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. വോളിയം പെർസെന്റേജ് ഈസ് ഈക്വൽ ടു volume of the solute divided by volume of the solution into 100. അത് രണ്ടും ml ലാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. മില്ലി ലിറ്ററിലാണ് നമ്മൾ എടുക്കുന്നത്. കാരണം കെമിസ്ട്രിയിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ എടുക്കുക. മില്ലി ലിറ്ററിലാണ് പറയുന്നത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ 20% V/V എന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നാൽ നിങ്ങൾ അതിനെ ഡീകോഡ് ചെയ്യണം. എങ്ങനെ ഡീകോഡ് ചെയ്യും? നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? പെർസെന്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം സൊല്യൂഷൻ, ടോട്ടൽ സൊല്യൂഷൻ വോളിയം ആയതുകൊണ്ട് 100 ml ആയിരിക്കും. ഓക്കെ, അതിലെ സൊല്യൂട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 ml ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് ഡീകോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ പ്രോബ്ലംസ് നമുക്ക് വരാറുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തൊരു ടേമാണ് നമ്മുടെ മാസ് ബൈ വോളിയം പെർസെന്റേജ്. അടുത്തൊരു ടൈമാണ് ഇത് മാസ് ബൈ വോളിയം പെർസെന്റേജ് എന്ന് വെച്ചാൽ W/V പെർസെന്റേജ് കേട്ടാ. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകളും വരാറുണ്ട്. എന്തായിരിക്കും ഇത്? നേരത്തെ രണ്ടും കണക്ട് ചെയ്ത് നേരത്തെ W/W പഠിച്ചു, അതിനുശേഷം V/W പഠിച്ചു. ഇപ്പോ എന്താണ്? W/V ആയിരിക്കും. അപ്പൊ എന്താണ് ഇത്? 100 ഗ്രാമിൽ എത്ര ഗ്രാം? ഇത് V/V ഇത് 100 ml എത്ര ml സൊല്യൂട്ട്? അപ്പൊ ഇതെന്തായിരിക്കും? ഇത് അടിയിൽ V അല്ലേ? അപ്പൊ ടോട്ടൽ 100 ml എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? മാസ് ബൈ വോളിയം പെർസെന്റേജ് എന്ന് പറയാം. ഇക്വേഷൻ എന്താന്ന് നോക്കി, ഇക്വേഷൻ കൃത്യമായിട്ട് നോക്കുക. മാസ് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ആണ്. സൊല്യൂഷൻ ഇൻറ്റു 100 എന്നുള്ളതാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇത് വെച്ചിട്ട് ഇത് അങ്ങനെ ചോദിക്കില്ല, പ്രോബ്ലംസ് വരാറുണ്ട്. കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഇനി അടുത്ത കോൺസെൻട്രേഷൻ ടേം ആണ് പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. എന്താണ് ഈ പാർട്സ് പെർ മില്യൺ എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്? അപ്പോ നമ്മള് പെർസെന്റേജ് ഒക്കെ പറയുമ്പോ നമ്മള് ഒരു വലിയ ടാങ്ക് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കിണറിൽ കുറെ ലിറ്റർ വെള്ളം ഉണ്ടായിരിക്കും.
ആ ലിറ്റർ കുറെ ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മഴക്കാലം ആകുമ്പോൾ അതിൽ എന്ത് ചെയ്യും, അതില് നമ്മൾ കുറച്ച് എമൗണ്ട് എന്താ ആഡ് ചെയ്യാറുണ്ട്, ബ്ലീച്ചിങ് പൗഡർ. നമ്മൾ പറയും ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്ന സംഭവം നമ്മൾ ആഡ് ചെയ്യാറുണ്ട് അല്ലെ. വളരെ ഒരു കിണറിൽ വളരെ കുറച്ച് മില്ലിഗ്രാം മാത്രമേ നമ്മൾ എന്ത് ആഡ് ചെയ്യുള്ളൂ, നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്യുള്ളൂ. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ പറയാം, അതൊരു സൊല്യൂഷൻ ആയല്ലോ. പക്ഷെ അതിലുള്ള സൊല്യൂട്ടിന്റെ അളവ് എത്രയാ, വെള്ളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൊല്യൂട്ട് വളരെ മൈന്യൂട്ടാണ് അല്ലെ, വളരെ കുറവ് എമൗണ്ടേ നമ്മളുള്ളൂ. അപ്പൊ ഇത്തരത്തില് വളരെ കുറവ് എമൗണ്ട് സൊല്യൂട്ട് കൂടുതൽ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള വളരെ ചെറിയ ആ കോൺസെൻട്രേഷൻ, അപ്പൊ അതെന്നൊക്കെ പറഞ്ഞ പോയിന്റ് സംതിങ് 0.0 സംതിങ് ആയിരിക്കും. അപ്പൊ അത് കാണിക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കുക, പാർട്സ് പെർ മില്യൺ ഉള്ളത് ഉപയോഗിക്കുക. എന്ന് വെച്ചാല് 10 ലക്ഷത്തിൽ എന്ന് വെച്ചാൽ 1 മില്യൺ, മില്യൺ എന്ന് പറഞ്ഞാൽ എന്താ 10⁻⁶. 10 ലക്ഷം എന്ന് വെച്ചാൽ 1 മില്യണിൽ എത്ര ഭാഗം, അതാണ് എന്ത് പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ. 10 ലക്ഷത്തിൽ എത്ര ഭാഗം എന്ന് വെച്ചാൽ 1 മില്യണിൽ എത്ര ഭാഗം എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയാം, പാർട്സ് പെർ മില്യൺ. വിചാരിക്കുക ഒരു സ്റ്റേഡിയത്തില് 10 മില്യൺ ആളുകൾ ഉണ്ട് എന്ന് വിചാരിക്കാം. ആ 10 മില്യൺ ആളുകളിൽ വെറും 10 ആളുകളാണ് എന്ത് റെഡ് കളർ ഷർട്ടിട്ടുള്ളത് എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങളോട് അത് എത്രയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, 10 മില്യണിൽ 10 എന്ന് പറഞ്ഞാൽ വളരെ ചെറുതല്ലേ. അപ്പൊ അതൊക്കെ കാണിക്കാൻ വേണ്ടി അത്തരത്തിൽ വലുതിൽ ചെറുത് പറയാൻ വേണ്ടി, ഇത്രയും ചെറിയ എമൗണ്ട് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് പാർട്സ് പെർ മില്യൺ എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അത്തരത്തില് നമ്മൾ പാർട്സ് പെർ മില്യണ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പാർട്സ് പെർ മില്യൺ കാണാനുള്ള ഇക്വേഷൻ ആണ് മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁻�6. നമ്മളവിടെ ഇൻറ്റു 100 ചെയ്ത് അവിടെ പെർസെൻറ്റേജ് ആയിരുന്നു, ഇവിടെ പാർട്സ് പെർ മില്യൺ ആകുമ്പോൾ 10⁻�6 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ഇക്വേഷൻ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ഒരു പോയിന്റ് ആണ് ഇതും. ഇത്തരത്തിലുള്ള ഒരു ഇക്വേഷൻ കൂടെ ഒന്ന് നോക്കി വെക്കുക. ഇങ്ങനെയും വരാറുണ്ട്, എന്താണ് മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ. എന്ന് വെച്ചാലേ നമ്മുടെ 1 ലിറ്റർ എന്ന് പറഞ്ഞാല് എന്താണ് 1 മില്യൺ എന്ന് വെച്ചാൽ 10 ലക്ഷം മില്ലിഗ്രാം ആണ്. അപ്പോൾ 1 ലിറ്റർ എന്ന് പറഞ്ഞാല് അവിടെ എന്താണ് 10 ലക്ഷം മില്ലിഗ്രാം ആണ്. അപ്പോ അത് തന്നെയാണ് ppm തന്നെയല്ലേ, 10 ലക്ഷത്തിൽ എത്ര ഭാഗം, അതാണ് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ. ഒരു വെള്ളത്തില് വാട്ടർ അക്വ സൊല്യൂഷൻ മാത്രമാണ് ഉള്ളത്. അക്വ സൊല്യൂഷൻ നമ്മൾ ഡെൻസിറ്റി വെച്ച് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം എന്ന് വെച്ചാൽ 1 മില്യൺ മില്ലിഗ്രാം ആണ്. അപ്പൊ അതിൽ എത്ര ഭാഗം എന്ന് പറഞ്ഞാലും എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൂടെ അവിടെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ആ കാര്യം നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവണം. അപ്പൊ ഇവിടെ നോക്കിയേ, 2 mg NaCl is dissolved in 1 liter of water. എന്ന് വെച്ചാൽ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്, അതില് 2 mg. ഓക്കെ, എന്ന് വെച്ചാൽ എത്ര ppm ആ, 2 ppm. 10 ലക്ഷം mgയില് 2 mg സൊല്യൂട്ട് ഉണ്ട്. അപ്പൊ അത് എത്രയാണ്, 10 ലക്ഷത്തിൽ എത്ര ഭാഗം, അതാണ് നമ്മൾ എന്ത് ppm എന്ന് പറയാറ്. ഇതാണ് 2 ppm എന്ന് വരിക. ഓക്കെ, അതാണ് പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്ന ഭാഗം. ഇനി നമുക്ക് ഇവിടെ നോക്കാനുള്ള അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ. അടുത്ത കോൺസെൻട്രേഷൻ ടേം ആണ് മോൾ ഫ്രാക്ഷൻ. എന്താണ് ഈ മോൾ ഫ്രാക്ഷൻ? ഇപ്പൊ നമ്മൾ ഫ്രാക്ഷൻ പറയുമ്പോൾ ഒരു ക്ലാസ്സിൽ 25 ആൺകുട്ടികളും ഒരു 25 പെൺകുട്ടികളും ഉണ്ടെന്ന് പറയാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് അവിടെ എത്രയാണ് നമ്മുടെ ബോയ്സിന്റെ ഫ്രാക്ഷൻ എത്രയാണ്, ടോട്ടൽ എത്രയാണ് അതിന്റെ റേഷ്യോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം, എത്രയാണോ ബോയ്സിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ എണ്ണം, അതാണ് അതിന്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ അതേപോലെ തന്നെയാണ് നമ്മുടെ മോൾ ഫ്രാക്ഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മോളാണ്. എന്താണ്, ഇപ്പൊ നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ അതിൽ ആരുണ്ടാവും, സൊല്യൂട്ട് ഉണ്ടാവും, സോൾവെന്റ് ഉണ്ടാവും. ഇതാണ് സോൾവെന്റ്, 1 ആണ് സോൾവെന്റ്, 2 ആണ് സൊല്യൂട്ട്. അതില് സോൾവെന്റിന്റെ നമ്പർ ഓഫ് മോൾ ആണ് N1, സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾ ആണ് N2 എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും, ഈ 2 നമ്പർ ഓഫ് മോളും എവിടെ ഉണ്ട്, ആ സൊല്യൂഷനിലുണ്ട്. അതിൽ നമ്മളോട് ചോദിക്കുകയാണ് സോൾവെന്റിന്റെ അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ എത്രയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആദ്യം ചോദിക്കും സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ എത്ര. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം മോളില് സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾ ഡിവൈഡഡ് ബൈ അടിയിൽ എന്താ വേണ്ടത്, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ചാൽ N1 പ്ലസ് N2 അവിടെ വരും. മനസ്സിലായോ? അപ്പൊ അതാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം, N2 മോളിൽ വരും. N2 എന്ന് വെച്ചാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ഇക്വേഷൻ. റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് കൈ എന്ന് പറയും.
കൈ കേട്ടാ. ഇങ്ങനെയാണ് നമ്മൾ ഇടുക, ഇങ്ങനെയാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക. കൈ എന്ന് പറയുന്നത് കേട്ടാ, തിങ്സ് എല്ലാം കൈയാണ്. അപ്പോ ഈ കൈ 1 എന്ന് പറയുമ്പോൾ അത് സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ, കൈ 2 എന്ന് പറയുമ്പോൾ അത് സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷനുമായിട്ട് നമുക്ക് അത് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിലാണ് നമ്മുടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടാ. ക്ലിയർ അല്ലേ? ഇനി കൈ 2 ആവുമ്പോഴോ, കൈ 1 ആവുമ്പോഴോ, കൈ 1 എന്ന് പറഞ്ഞ നിങ്ങളൊന്ന് പറഞ്ഞേ. കൈ 1 എന്ന് പറഞ്ഞ ആരെയാണ്? നമ്മുടെ സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആണ്. അപ്പോ സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ മോളില് N1 ഡിവൈഡഡ് ബൈ N1 ബൈ N1 പ്ലസ് N2 എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അടിയിൽ നമ്മൾ പ്ലസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇനി മോൾ ഫ്രാക്ഷന്റെ കാര്യത്തിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് ആണ് എന്ത്? കൈ 1 പ്ലസ് കൈ 2 എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. കൈ 1 പ്ലസ് കൈ 2 എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. കൈ 1 പ്ലസ് കൈ 2 എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? 1 ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇത് യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി, യൂണിറ്റ് ഇല്ല, യൂണിറ്റ്ലെസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ് നമ്മുടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. യൂണിറ്റ്ലെസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ മുകളിലും താഴെയും ഒരേ നമ്പർ ഓഫ് മോൾ ആണ്. അപ്പോ എന്ത് വരും? രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോവാണ് ചെയ്യാം. അപ്പൊ അവിടെ യൂണിറ്റ് ഉണ്ടാവുന്നില്ല എന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതിന്റെ വാല്യൂ എപ്പോഴും 0യുടെയും 1ന്റെയും ഇടയിലായിരിക്കും. 0യുടെയും 0 ആവാം, 0 എന്ന് പറഞ്ഞാൽ അവിടെ മോളില്ല എന്നർത്ഥം. ഒന്നല്ലെങ്കിൽ 0യുടെയും 1ന്റെയും ഇടയിലാവാം, അല്ലെങ്കിൽ 1 എന്ന് വെച്ചാൽ 1 വരെ പോകാം. അപ്പൊ ഇതിന്റെ ഇടയിലാണ് മോൾ ഫ്രാക്ഷൻ എപ്പോഴും വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ ഇവിടെ പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാല് നമ്മൾ രണ്ടും സോൾവെന്റിന്റെയും സോൾവെന്റ് സൊല്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. രണ്ടാളുകളുടെയും മോൾ എന്ന് വെച്ചാൽ N1ഉം N2ഉം സെയിം ആയാൽ, N1ഉം N2ഉം സെയിം ആയാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കണേ. എന്താണ് പറഞ്ഞത്? N1ഉം N2ഉം സെയിം ആയാൽ, ഞാൻ വേറെ ഇതിൽ തന്നെ എഴുതാം. N1ഉം N2ഉം സെയിം ആയാൽ എന്താ പറഞ്ഞത്? N1ഉം N2ഉം സെയിം ആയാൽ അവിടെ ഉള്ള കൈ 1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൈ 2 എന്ന് പറയുന്നതും എന്തായിരിക്കും? 0.5 ആയിരിക്കും. എന്തായിരിക്കും? 0.5 ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. എന്താണ്? നമ്പർ ഓഫ് മോൾസ് രണ്ടും സെയിം ആയാൽ നമുക്ക് കിട്ടുന്ന മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, എന്തായിരിക്കും? രണ്ടും സെയിം ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, രണ്ടും സെയിം ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ അതാണ് മോൾ ഫ്രാക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാണ്, N1 2 ആണെന്ന് വിചാരിക്കാം. N1 2 ആണ്, N2 2 ആണ്. N2 എന്താണ്? 2 ആണ്. N1ഉം N2ഉം 2 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നോക്കിയേ, കൈ 1 ഞാൻ കണ്ടുപിടിക്കുകയാണ്. കൈ 1 കണ്ടുപിടിക്കുമ്പോൾ എന്താ വരിക? കൈ 1 ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 2 4. ഇപ്പൊ എന്താ വരിക? 1/2, 0.5. മനസ്സിലായോ? ഇനി കൈ 2 ആണെങ്കിലും 2/4 തന്നെ വരിക. അപ്പൊ 1/2. മനസ്സിലായോ? അതാണ് മോൾ ഫ്രാക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. N1ഉം N2ഉം സെയിം ആയാൽ നമ്മുടെ മോൾ ഫ്രാക്ഷനുകൾ എന്തായിരിക്കും? 0.5 ആയിരിക്കും എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അതുപോലെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാല്, നമ്മുടെ കൈ 1 പ്ലസ് കൈ 2 എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു, കൈ 1 പ്ലസ് കൈ 2 എന്ന് പറയുന്നത് എന്താണ്? 1 ആണെന്ന് പറഞ്ഞു അല്ലെ? കൈ 1 പ്ലസ് കൈ 2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ചില ക്വസ്റ്റ്യനില്, ഇൻ കേസ് ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്ന് വിചാരിക്കുക, കൈ 1 പ്ലസ് കൈ 2 എന്ന് പറഞ്ഞ 1 ആണെന്ന് പറഞ്ഞു. ഇനി ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് തരുമ്പോൾ കൈ 1 തരുമെന്ന് വിചാരിക്കാം, ഒരു കൈ 2 നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്താൽ മതി? കൈ 1 തന്നിട്ട് കൈ 2 കണ്ടുപിടിക്കാൻ പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് കൈ 1 ചെയ്താൽ മതി. മനസ്സിലായോ? നേരെ തിരിച്ചും അത് 1ൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് കേട്ടോ. അപ്പൊ അത്രയും പോയിന്റുകൾ അവിടെ ഒരു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ആവശ്യം വരുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. എന്താണ് മൊളാരിറ്റി എന്ന് പറയുന്ന ടേം ആണ് അടുത്ത നിങ്ങൾ പഠിക്കേണ്ടത്. എന്താണ് മൊളാരിറ്റി എന്ന് വെച്ചാല്?
ഇവിടെ ഒരു ബീക്കർ കൊടുത്തിട്ടുണ്ടോ, ഒരു ബീക്കർ. ആ ബീക്കറിൽ 1 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട്. എത്ര ലിറ്റർ? 1 ലിറ്റർ സൊല്യൂഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ആ 1 ലിറ്റർ സൊല്യൂഷനിലെ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, എന്താണ് സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, മൊളാരിറ്റി എന്ന് പറയാം. എന്താണ് മൊളാരിറ്റി? മൊളാരിറ്റി എന്ന് പറയുമ്പോ നമുക്ക് തന്നിട്ടുള്ള 1 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട്, സൊല്യൂഷൻ ആണ്. ആ 1 ലിറ്റർ സൊല്യൂഷനിലെ എത്ര നമ്പർ ഓഫ് മോൾസ് ആണ് സൊല്യൂട്ട് ഉള്ളത്, അതാണ് എന്ത് മൊളാരിറ്റി. റിറ്റിയാണ്, ആറാണ്, മൊളാരിറ്റിയാണ്. ഇനി ഞാൻ പറയട്ടെ, എന്താ മൊളാലിറ്റി ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. മൊളാലിറ്റി എന്ന് പറഞ്ഞാല് ടോട്ടല് 1 കിലോഗ്രാം സോൾവെന്റ് ആണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത്. 1 കിലോഗ്രാം വാട്ടർ ഉണ്ട് വിചാരിക്കാം. അതിലേക്ക് ഞാൻ സൊല്യൂട്ട് ഇട്ടിട്ട് 1 കിലോഗ്രാം വാട്ടർ ആണ്, സോൾവെന്റ് ആണ്, അത് എപ്പോഴും മാറിപ്പോകരുത്. ഇവിടെ 1 കിലോഗ്രാം സോൾവെന്റ് ആണ്, ഇവിടെ നമ്മൾ ടോട്ടൽ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പൊ 1 കിലോഗ്രാം സോൾവെന്റ് ഉണ്ട്. ആ സോൾവെന്റിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട് എന്ന് പറയുന്നതിനെയാണ് ഞാൻ എന്താ പറയുക, മൊളാലിറ്റി എന്ന് പറയാം. ലിറ്റി എല്ലാണ് അവിടെ, മറ്റൊരുത്ത് ലിറ്റി ആയിരുന്നു, ആറായിരുന്നു. ഇവിടെ മൊളാലിറ്റി ആണ്, എല്ലാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതിന്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കാം. ഇക്വേഷൻ നോക്കുമ്പോൾ ചെറിയ ഡിഫറൻസ് തമ്മിലുള്ളൂ, പഠിക്കാൻ എളുപ്പമാണ്. ക്യാപിറ്റൽ ലെറ്റർ എം ആണ് ഒന്ന്, മൊളാരിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എം ആണ്. മറ്റേത് ലിറ്റി ആണ്. ലിറ്റി എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റർ എം, റിറ്റി എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എം ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ മൊളാരിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എം ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇതാണ് ഇക്വേഷൻ. എന്താണ് ഒരു സ്ഥലത്ത് കിലോഗ്രാമും ഒരു സ്ഥലത്ത് വോളിയം ആണ്. അതെങ്ങനെ മാറിപ്പോവാതെ പഠിച്ചു വെക്കാന്ന് ചോദിച്ചാല്, മൊളാലിറ്റി എന്ന് പറയുമ്പോൾ ഒന്ന് എല്ലാണ് അല്ലെ, മൊളാലിറ്റി, ഇത് ലിറ്റി ആണ്. മൊളാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ആര് വരൂല, ലിറ്റർ വരൂല എന്ന് ഓർത്താൽ മതി. അപ്പൊ അവിടെ എന്താ വരിക, അവിടെ മാസമായിരിക്കും വരിക, കിലോഗ്രാം ആയിരിക്കും വരിക, അങ്ങനെ. അപ്പൊ മറ്റേത് തെറ്റിപ്പോവില്ല. അപ്പൊ ഇവിടെ നമുക്ക് മൊളാലിറ്റി ആണ്. അപ്പൊ ലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ആര് വരണം, ലിറ്റർ വരണം. ഓക്കെ, അപ്പൊ അടിയിൽ ലിറ്റർ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ക്യാപിറ്റൽ ലെറ്റർ എം ആണ് നമ്മൾ യൂസ് ചെയ്യുക. ലിറ്റി എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റർ എം, ലിറ്റി എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എം, അങ്ങനെ ഓർത്ത് വെക്കുക. ക്ലിയർ അല്ലേ? പിന്നെ അതിന്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത് വെച്ച് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുമ്പ് കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ ക്ലിയർ ആയി മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് അതിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റർ അവിടെ നമുക്ക് ഉണ്ട് അല്ലെ. നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, മാസ് തന്ന് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്, ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ്, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിവൈഡ് ബൈ വോളിയം ഇൻ ലിറ്റർ അല്ലേ. ലിറ്ററിന് നമുക്ക് മില്ലി ലിറ്ററിലേക്ക് മാറ്റണമെങ്കിൽ അതിനെ 1000 വെച്ച് ഡിവൈഡ് ചെയ്യാം. 1000 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അടിയത്തേന് തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ 1000 മുകളിൽ വരും, വോളിയം ഓഫ് സൊല്യൂഷൻ അടിയിൽ വരും. അപ്പൊ ഇക്വേഷൻ എന്താണ്, ഇക്വേഷന് നിർബന്ധമായിട്ട് ഇത് പഠിച്ചു വെക്കണം. എന്താണ്, നമ്മൾ വോളിയം ഓഫ് ദ സൊല്യൂട്ട് നമ്മൾ W2 എന്താണ്, മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് M2 into 1000 ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ. ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് എക്സാമിന്. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക, നമ്മൾ എക്സാമിന് ഇപ്പോൾ 2 മോളാർ M ക്യാപിറ്റൽ ലെറ്റർ M NaOH aqueous സൊല്യൂഷൻ എന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ NaOH എന്ന് പറയുന്ന സൊല്യൂട്ട് NaOH എന്ന് പറയുന്ന സൊല്യൂട്ട്, aqueous സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളമാണ് അല്ലെ. അപ്പൊ H2O എന്ന് പറയുന്ന സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്നു. അപ്പോൾ ഇത് 2 മോളാർ ആണെന്നാ പറഞ്ഞത്. നമ്പർ ഓഫ് മോൾസ് 2 മോളാർ ആണ് ആ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. 2 മോൾ സൊല്യൂട്ട് ആണ് അവിടെ ഉള്ളത്. എന്താണ് 2 മോൾ സൊല്യൂട്ട് എവിടെ, 1 ലിറ്റർ സൊല്യൂഷനിൽ. 1 ലിറ്റർ സൊല്യൂഷൻ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, 1000 ml എന്നും പറയാം. എന്താ ഇതിനർത്ഥം, 2 മോളാർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, ടോട്ടൽ മോളാലാണ്. അപ്പോൾ ടോട്ടൽ
1 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട്, അതില് 2 മോളായിരിക്കും നമ്മുടെ സൊല്യൂട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ക്ലിയർ ആണോ? എന്താണ് 2 മോളാൽ ക്യാപിറ്റൽ ലെറ്റർ M തന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം ടോട്ടൽ 1 ലിറ്റർ അല്ലെങ്കിൽ 1000 ml. ഓക്കെ, 1000 ml സൊല്യൂഷനിലെ 2 മോൾ സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ മീനിങ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ആ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് മൊളാലിറ്റിയിലേക്ക് പോകാം. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 1 കിലോഗ്രാം സോൾവെന്റ് ആണ്. അവിടെ സൊല്യൂഷൻ ആയിരുന്നുവെങ്കിൽ ഇവിടെ എന്താണ്? സോൾവെന്റ് ആണ്. എന്താണ്? സോൾവെന്റ്. 1 കിലോഗ്രാം സോൾവെന്റിൽ എത്ര നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് ഉണ്ട്? 1 കിലോഗ്രാമിൽ എത്ര നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് ഉണ്ട് എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ ഗ്രാമിൽ പറയുമ്പോൾ 1000 ഗ്രാമില് 1000 ഗ്രാം സോൾവെന്റിൽ എത്ര സൊല്യൂട്ട് അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്താ പറയാ? മൊളാലിറ്റി എന്ന് പറയാം. ലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ലിറ്റി എന്ന് പറയുമ്പോൾ ലിറ്റർ വരില്ല, കിലോഗ്രാം ആണ്. മാറിപ്പോവാതിരിക്കാനുള്ള കോഡുകളാണ്. കിലോഗ്രാം ആണ് വരിക. പിന്നെ അവിടെ എന്താണ്? ലിറ്റി എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റർ M ആണ്. അപ്പൊ സ്മോൾ ലെറ്റർ M എന്ന് പറഞ്ഞാൽ മൊളാലിറ്റി എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ. എന്താണ്? മാസ് ആണ് അവിടെ വരുന്നത്. സൊല്യൂഷനിലെ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അതാണ് ഇക്വേഷൻ വരിക. എന്താണ് ഇക്വേഷൻ വരിക? മൊളാലിറ്റി ഈസ് ഈക്വൽ ടു, നിങ്ങൾ എഴുതിയിരിക്കുക, മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ്. മാസ് ഓഫ് സോൾവെന്റ് ആണ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. എന്താണ്? ഇൻ കിലോഗ്രാം ആണ് വരിക മൊളാലിറ്റി എന്ന് പറയുമ്പോൾ. മോൾ പെർ കിലോഗ്രാം ആണ് അവിടെ ഉള്ള യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് divided by volume is mass of solvent in kilogram. Mass of solvent in kilogram. എപ്പോഴും മാറിപ്പോകരുത്, ഇങ്ങനെ പറയുമ്പോൾ മാറിപ്പോകുന്നതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, മൊളാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ കിലോഗ്രാം ആണ്, സോൾവെന്റ് ആണ് അടിയിൽ വരിക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അത്രയും ടേമുകളാണ് കോൺസെൻട്രേഷൻ ടേമുകളായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ ഇവിടെ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ് അല്ലെ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ്, അതാണ് മോളിൽ കൊടുത്തുള്ളത്, ഡിവൈഡ് ബൈ കിലോഗ്രാമിനെ ഗ്രാം ആക്കാൻ 1000 വെച്ച് ഡിവൈഡ് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചിട്ട് പിടിക്കുന്നു. അപ്പൊ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായി? മൊളാലിറ്റി ഈസ് ഈക്വൽ ടു W സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ W2 into 1000 ഡിവൈഡ് ബൈ M സൊല്യൂട്ട്, മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ M2 into W സോൾവെന്റ് അല്ലേ, സോൾവെന്റ് എന്ന് പറയുമ്പോൾ 2 അടാ ഗ്രാമിലാണ്. ഇതാണ് ഇക്വേഷൻ. ഇക്വേഷൻ ഇവിടെ പഠിച്ചു വെക്കുക. മൊളാലിറ്റിയുടെ ഇക്വേഷന് ഇവിടെ പഠിച്ചു വെക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ്, ഇത്തരത്തിലുള്ള കോൺസെൻട്രേഷൻ, ഇത്രയും കോൺസെൻട്രേഷൻ ടേമുകളാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഈ കോൺസെൻട്രേഷൻ ടേമുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കോൺസെൻട്രേഷൻ ടേമുകൾ നന്നായിട്ട് എന്ത് ചെയ്യുക? അറിഞ്ഞു വെക്കുക. ഇനി നമ്മൾ ഇവിടെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ കോൺസെൻട്രേഷൻ ടേമുകൾ ഉണ്ടല്ലോ, ഈ കോൺസെൻട്രേഷൻ ടേമുകൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ടേമുകൾ ഏതൊക്കെ, ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ടേമുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല്, വോളിയം എവിടെ വരുന്നു അത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. വോളിയം ഇല്ലേ അത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പൊ കിലോഗ്രാം അത് മാസ് വരുമ്പോൾ ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യില്ല. നമ്പർ ഓഫ് മോൾസ് മാത്രം വരുന്നതിന് ടെമ്പറേച്ചറിന് എന്ത് ചെയ്യില്ല? ഡിപ്പെൻഡ് ചെയ്യില്ല. വോളിയം വരുന്നുണ്ടെങ്കിൽ അത് ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഫസ്റ്റ് അത് നോക്കിയേ, മാസ് പെർസെൻറ്റേജിൽ വോളിയം വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ അതിന് ഡിപ്പെൻഡ് ചെയ്യില്ല. ഇനി വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ വോളിയാണ്, അപ്പൊ അതെന്ത് ചെയ്യും? ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യും. മാസ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ അടിയിൽ വോളിയം വരുന്നുണ്ട്, അപ്പൊ അത് ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യും. ഇനി പാർട്സ് പെർ മില്യൺ വരുമ്പോഴോ അത് നമ്മൾ മാസിലാണ് പറയാം, അപ്പൊ അവിടെ വോളിയം നമ്മൾ എടുക്കുന്നില്ല, അതുകൊണ്ട് അത് പറയാറില്ല. ഇനി മോൾ ഫ്രാക്ഷൻ വരുമ്പോഴോ അവിടെ നമ്പർ ഓഫ് മോൾസ് ആണ് വരുന്നത് അല്ലെ, വോളിയം ഒന്നും വരുന്നില്ല, അപ്പൊ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി മൊളാലിറ്റിയോ
മൊളാലിറ്റി എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റർ എം അല്ലേ. മൊളാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ കിലോഗ്രാം ആണ് അടിയിൽ വരുന്നത്, അവിടെ മുകളിൽ നമ്പർ ഓഫ് മോൾസ് ആണ് വരുന്നത്. രണ്ടും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വോളിയം ഇല്ല, അപ്പോൾ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷെ മൊളാലിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ. ലിറ്റർ അടിയിൽ വോളിയം വരുന്നുണ്ട്, അപ്പോൾ അത് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിന്റെ ബേസിൽ ക്വസ്റ്റ്യനുകൾ, പ്രോബ്ലംസ് വരാറുണ്ട്, ക്വസ്റ്റ്യനുകൾ വരാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രോബ്ലം മാത്രമായിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ, സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കാണാം, എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് മാത്രമാണ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കുക. തുടർന്നുള്ള ഇതിൻ്റെ ബാക്കി വീഡിയോസ് അടുത്ത ദിവസം വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.